ഗൈസ് നിങ്ങൾ കരുതി ഒരിക്കൽ ബുദ്ധില്ല എന്നുള്ളത്. ഗൈസ് ഇന്ന് ഞാൻ സയന്റിസ്റ്റ് ആവാൻ പോവാണ്. നിങ്ങൾ എന്താ കരുതിയത്? പണ്ടിന്റെ ടീച്ചർമാരൊക്കെ പറഞ്ഞു ഇതൊക്കെ കാരണവന്മാരെ പറയിച്ചു ഒന്നും ആവാൻ പോണില്ല എന്നുള്ളത്. ഗൈസ് ഇന്ന് നമ്മൾ പിരാന്തനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആവാൻ പോവാണ്. അത് എനിക്കൊക്കെ പറ്റിയ പണി തന്നെ. ഗെയിമിന്റെ പേര് ഡോക്ടർ ക്ലോ. ഇനി ഒന്നും പറയാൻ നിൽക്കുന്നില്ല. ഓക്കെ ഗൈസ് ഇതാണ് നമ്മളെ സയന്റിസ്റ്റ്. കണ്ടില്ലേ ഹളുക്കിന്റെ പോലെ ഹളുക്കുണ്ടല്ലോ. ട്രൗസർ ഇല്ലേ? എത്ര സയന്റിസ്റ്റിനാ അതൊക്കെ. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ് നമ്മളെ ലാബിൽ എത്തിയിട്ടുണ്ട്. ഈ ലാബിലാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. മനുഷ്യന്മാരൊക്കെ പിടിച്ചിക്കാണ്ട് ഞാൻ എലിയാള് വരികയാക്കും. ഞാൻ ഇനി മുതൽ അങ്ങനെ കേട്ടോ ഇനി ഒന്നും നോക്കണില്ല. സോ നമുക്ക് ഇതിലിപ്പോ ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് പാക്കേജസ് ഉണ്ട്. ഇവിടുന്ന് കുറച്ച് പണിയാളൊക്കെ എടുക്കണ്ടേ, അതൊന്നും നമുക്ക് കൊണ്ടുവരണം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഏതോ ഒരു സാധനം തുറന്നു വരുന്നുണ്ട്. ഓപ്പൺ ബ്രോ, ഇത് പോർട്ടലാണ്. നമുക്ക് ഇവിടുന്ന് എവിടേക്ക് വേണമെങ്കിലും എത്താൻ പറ്റും തോന്നണേ നമുക്ക്. അപ്പൊ നമ്മൾ ഏലിയനാണോ? ഓ ഓക്കെ, നമ്മൾ എവിടേക്കോ എത്തിയിട്ടുണ്ട്. താനോസോ അടിച്ച് കിണ്ടിയായി കിടക്കാട്ടോ. പകുതി വയറ് ഗർഭിണി. സോ നമ്മളോട് ഇവന്റെ അടുത്തുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുമാണ്. ഓക്കെ ലെറ്റ് മീ ബൈ. ഗൈസ് ഇവന്റെ അടുത്താണ് സാധനങ്ങൾ ഉള്ളത്. എടുത്തു. ഇതെന്ത് സംഭവം? പൂപ്പിയോ? അവിടെ നമ്മൾ കളിക്കണ ഗെയിമൊക്കെ പൂപ്പ് ടച്ച്. ഇനി നമുക്ക് നമ്മളെ ലാബിക്ക് പോയൊക്കെ. ഇതെന്തൊക്കെ ഉണ്ട്? പിന്നെ മൂക്കിച്ച് തൊള്ളി കയറിക്കണേ. ഒന്നും നോക്കണ്ട, ഇനി ഇതും കൊണ്ടുപോകുക. ഗൈസ് ഇനി ഇത് കൊണ്ടാണ് നമ്മളെ പരിപാടി. എവിടെ? ഈ മെഷീനിലാണോ വെക്കേണ്ടത്? ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ ആ സാധനത്തിന് അവിടെ വെക്കുക. ഓ ഇതെന്തോ അനിമൽ ആണെന്നാ തോന്നണേ. ഇതുണ്ടോ? നമ്മള് മാഡ് സയന്റിസ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ വരും. സോ ഗൈസ് നിങ്ങൾക്കൊക്കെ സയന്റിസ്റ്റ് ആകണം എന്നില്ല താല്പര്യമുള്ളവരൊക്കെ ഇത് കണ്ടു പഠിച്ചോളി. ഇങ്ങനെയാണ് ഒരു സയന്റിസ്റ്റിന്റെ ലൈഫ്. ഇതെങ്ങനെ സ്ക്യൂസ് ചെയ്യാ? മൗസ് നെക്കി പിടിച്ചു കാണാണോ സ്ക്യൂസ് ചെയ്യാ? പിടിച്ചോളി പിടിച്ചോളി, എല്ലാരും പിടിച്ചോളി. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്തോളി. പിടിച്ചു കുത്തുന്നോളി. കൊള്ളാലത് ബ്രോ. നമ്മളിവിടെ ജ്യൂസ് അടിക്കാണ് കണ്ടോ ബ്രോ. നൈസ്. അതേപോലെ എന്തോ ഇട്ടു. എന്തായാലും വേണ്ടില്ല, നമുക്ക് എടുക്കാം. കളക്ട് ചെയ്തു. ഓക്കെ ഇതിന്റെ പേരാണ് കസോ, അങ്ങനെ എന്തോ ആണ് ഇതിന്റെ പേര്. ഇനി ഇത് കൊണ്ടുപോയിട്ട് നമ്മള് ഫിൽ ദ ടാങ്ക്. ഓക്കെ ഇത് നമ്മൾ ഇവിടെ വെക്കണം എന്നാ തോന്നണേ. ഈ ടാങ്ക് നമ്മള് ഫ്യൂവൽ ആയിട്ടാണ് യൂസ് ചെയ്യണത്. സോ ഗൈസ് നമുക്ക് ഇവിടെ എന്തോ സാധനം ഉണ്ടാക്കാനുണ്ട്. പടച്ചോനെ ഇന്ന് ഞാനിവിടെ താജ്മഹൽ പണിയും. ഇനി ഒന്നും നോക്കാനില്ല. അല്ല പിന്നെ ഇവനെ ഒന്ന് ജ്യൂസ് അടിച്ചിട്ടെ പ്ലീസ് മുത്തേ. ഇവനെ തൊള്ളിന്നൊക്കെ തുപ്പലല്ല, അതെന്തൊക്കെയാ വരുന്നേ. നെക്ക് നെക്കി കഴിഞ്ഞത്. നമ്മൾ ശരിക്കും ഇവനെന്താ ചെയ്യണത് പടച്ചോനെ? അമർത്ത്. ഇനി ഇത് കൊണ്ടുപോയിട്ട് ഇവിടെ ഒന്നും കൂടി നമുക്ക് ഫില്ലാക്കി വെക്കാം. ബാ ലെറ്റ്സ് ഗോ. ഓക്കെ ഫുള്ള് നിറഞ്ഞില്ലേ? ആടാ മോനെ ഫുള്ള് നിറഞ്ഞു. നിറഞ്ഞില്ലേ? ഓക്കെ ഇത് ക്രാഫ്റ്റിംഗ് ടേബിൾ ആണ്. ഓ കിട്ടിയടാ, സാധനങ്ങളൊക്കെ കിട്ടി. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ഗ്യാരേജ് പോണം. ഇതെങ്ങട്ട് ഗൈസ് നമ്മൾ ബ്രോ ഗൈസ് നമ്മൾ നേരത്തെ പോർട്ടൽ വഴി വന്നത് മാർക്കറ്റിക്കല്ലേ? ഈ തോക്ക് ഇത് വേറെ ദിവസമല്ലടാ പൊട്ടച്ചൂന്. നമ്മൾ ഗ്യാരേജൊക്കെ തോന്നുന്നു. സോ ഇതാണ് ഭൂമി. നേരത്തെ പോയത് നമ്മള് ചന്ദ്രർക്ക് വച്ചാലേ. ചന്ദ്രർക്ക് ഇനി അതൊന്നും നോക്കണ്ട. ഇനി ഇവിടെ വന്നിട്ട് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യണം. എനിക്ക് മനസ്സിലായടാ. ഇത് നമ്മൾ വലിച്ചു നീട്ടിയേ. ഇതെങ്ങോട്ട് വലിച്ചിട്ടേണ്ടത്? ഓക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൂല് കൊണ്ട് നമുക്ക് ബൂട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ബൂട്ട് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബൂട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നു. ഇനി നമ്മളോട് ഈ കിട്ടിയ ഷൂസ്, ഈ പിച്ചാത്ത ഷൂത്തിന് സെല്ല് ചെയ്യണത് ധാരയിലും തിന്നോ? ഓക്കെ അല്ല ധാരയിലും വാങ്ങോ? ഇതെങ്ങനെ ഇപ്പൊ സെല്ല് ചെയ്യാ? ഓ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇത് തുറന്നാലോ? മുട്ട ബിനു കണ്ടെങ്കിലും കോളനി. അവിടെ ഇവിടേക്ക് കുറെ മനുഷ്യന്മാരൊക്കെ ഉണ്ട്. ഇവൻ എന്താ വേണ്ടത്? ഹലോ ഏട്ടാ എന്താ വേണ്ടത്? ഹാവ് യു ബ്രോട്ട് ദ ഗോ അപ്പ് ആൻഡ് എസ്കേപ്പ്? ഗോ അപ്പ് ആൻഡ് എസ്കേപ്പ് അതെന്ത് തേങ്ങ? മേലൊക്കെ പോയിട്ട് എസ്കേപ്പ് ഒക്കെ ഇപ്പൊ ശരിയാക്കി തരാം. ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അടുത്തൊരു സാധനം ഉണ്ട് മച്ചാനെ. ഈ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാ ഓക്കെ നമുക്ക് ഇതൊരു ഡീലൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു $30 ഈ സാധനം കൊടുക്കാൻ പറ്റുമോ? വാട്ട് ഈസ് ദിസ് ഡോഗ്? ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ ഉണ്ടാക്കിയ ഷൂ ഇല്ലേ അത് പിന്നെ കൊടുക്കണം. അളിയ സാധനം സെറ്റ് ഒക്കെ ഇട്ടുണ്ട്. കൊടുക്കട്ടെ. ബെന്നെ എത്ര നേരം ഞാൻ ഓടിച്ചറിയോ? ഗോ അപ്പ് ആൻഡ് എസ്കേപ്പ് പറഞ്ഞ സ്പ്രിങ്ങിന്റെ ഷോ ആണ്. സോ നമ്മളിവിടെ ഡീല് പറയുന്നത് $242. ഞാനൊരു 262 ആക്കിയിട്ടുണ്ട്. കൂട്ടി നോക്കട്ടെ എന്തെങ്കിലും ഒക്കെ കിട്ടുമല്ലോ. അടിയാ ഡീലാണോ? ഡീലാക്കിയടോ അടിയാ ചാട്. അടിയാ ചത്തവൻ. അടിയ ഫിനിഷ്. അടിയ ചത്ത്. ഇതാണ് ഞാൻ പറഞ്ഞ മാഡ് സയന്റിസ്റ്റ്.
റപ്പോ അല്ല പിന്നെ ഞാൻ പഠിച്ചുകാണ്ട് ഒന്നും ആകൂലെന്നോ. അതേപോലെ നമുക്കൊരു പുതിയ മെഷീൻ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്, ഇന്റർ ഡിമെൻഷണൽ റേഡിയോ സ്റ്റേഷൻ. ഇതെന്ത് സംഭവം ഒന്നും അറിയില്ല, എന്തായാലും നെക്കി നോക്കിയിട്ടുണ്ട്. ഡേ ഈസ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഇതിൽ കൂടെയാണ് നമുക്ക് പുതിയ ഓർഡർ വരിക കേട്ടോ. ഇതെന്താ ഹിറ്റ്, ബൂം, ഷോക്ക്, ഇതിൽ ഏതാ നെക്ക പഠിച്ചോനെ? ഓക്കെ, ബൂം നടിക്കാം അല്ലേ, നെക്കാൻ പറ്റൂല അതൊന്നും. ഓക്കെ, നെക്സ്റ്റ് ഓർഡർ ബോക്സിംഗ് ആണ്. അതായത് ബോക്സിംഗിന്റെ സംഭവമാണെന്നാ പറഞ്ഞത്. ഈ സംഭവമാണ് അയാൾക്ക് വേണ്ടത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സോ അത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി ആവശ്യമുണ്ട്. നമ്മളത് ഫസ്റ്റ് ടൈം തുടങ്ങിയോണ്ട് നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കേണ്ടതെന്ന് അറിയൂല. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ലാബിൽ പോയേക്കാം. അവിടെ എന്ത് തേങ്ങ ഉള്ളത് നോക്കി നോക്കാം. ഈ മെഷീനിൽ വന്നാല് ഇപ്പൊ കുറെ സംഭവങ്ങൾ അൺലോക്ക് ആക്കിയിട്ടുണ്ട്. കേബിള്, കുഞ്ഞു മോനെ, ബാറ്ററി, കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ. ഓക്കെ, ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ സാധനവും ക്രാഫ്റ്റ് ചെയ്യാം. ഈ രണ്ട് സാധനം വെച്ചിട്ടാണ് നമ്മൾ ബോക്സിംഗ് പഞ്ച്, അതായത് ഇതിന്റെ പേരെന്താ, ഗ്ലൗസ്, ഇത് ഉണ്ടാക്കേണ്ടത്. ആളിയ ഇന്ന് നമ്മൾ അത് ഉണ്ടാക്കും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണ്ടല്ലേ. ഇനി ഇതൊക്കെ ഒന്ന് കളക്ട് ചെയ്യാം. ഇനി നമുക്ക് നേരെ നമ്മളെ ഗാരേജിൽ പോയിട്ട് നമ്മളെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. ബാ മോനെ, ഇനി ഏതൊക്കെ വാണ്ടി നോക്കി നോക്കട്ടെ. ബാറ്ററി ഇടുക, ഇതുടുക. ഓക്കെ, ക്രാഫ്റ്റ് ആവാൻ പറയും. ക്രാഫ്റ്റ് ആവ് പറ്റിച്ച നമ്മളെ. ഗൈസ്, എനിക്ക് ഇപ്പഴാ മനസ്സിലായത് ഇതെങ്ങനെ ഉണ്ടാക്കണെന്നുള്ളത്. കേട്ടോ, ഇപ്പൊ നമ്മൾ പഠിച്ചടാ. ഗ്ലൗസ് കിട്ടി. ഓക്കെ, നമുക്ക് 2 ഗ്ലൗസ് വേണ്ടി വരും. അതേപോലെ ഇതിലേക്ക് ഇനി ബാറ്ററിയും കൂടി ആഡ് ആക്കി കഴിഞ്ഞാല്, ബാറ്ററി മാത്രല്ല 2 സാധനം കൂടി ആഡ് ആക്കി കഴിഞ്ഞാല് നമുക്ക് ഇലക്ട്രിക്കൽ പഞ്ച് കിട്ടും. അതായത് നമ്മളെ കയ്യിലൊക്കെ സാധനത്തില്ലേ ഇലക്ട്രിക്കൽ പവർ കിട്ടും. സോ നമുക്ക് എന്തായാലും ഒരു സാധനം കൂടി സെറ്റ് ആക്കാനുണ്ട്. ഈ താനോസ് ഇപ്പോഴും പോയില്ലേ, വല്ലാത്തൊരു അതിശയം. ഇവനെ വേണ്ട, ഇവനോട് പോവാൻ പറ. ഇനി ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ ക്രാഫ്റ്റിംഗ് ടേബിളിലാണ് സംഭവങ്ങളൊക്കെ നോക്കേണ്ടത്. കണ്ടില്ലേ, ഇപ്പൊ നമ്മൾ ഗ്ലൗസ് ഉണ്ടാക്കി. ഇനി ഈ 2 സാധനങ്ങളും കൂടി വെച്ച് കഴിഞ്ഞാലുള്ളൂ നമുക്ക് നമ്മൾ അടിപൊളിയായിട്ടുള്ള പഞ്ചിങ് മറ്റേ ഗ്ലൗസ് ഉണ്ടാക്കാൻ പറ്റുക. സോ ആ സാധനം നമ്മളെടുത്ത് ഉണ്ടാ. ഇനി ഈ സാധനവും അതേപോലെ 2 ബാറ്ററിയും അതേപോലെ 2 ഈ സാധനം കൂടി വെച്ച് കഴിഞ്ഞാൽ കിട്ടി, സാധനം സെറ്റായി ബ്രോ. പഞ്ചിങ് സാധനം സെറ്റായി. ഇനി പോനെ പൊളിക്കൂ. റെഡിയില്ലേ? ഇനി ഇവളാണോ അതിന്റെ ആള്? ഹലോ ചേച്ചി, നിങ്ങൾക്കാണോ മറ്റേ പഞ്ചിങ്ങിന്റെ സംഭവമാണോ പറഞ്ഞത്? മോനെ എനിക്കെന്നെ. ഓക്കെ ചേച്ചി, ഇന്നാ കുറച്ച് നിങ്ങൾ പവർ കുറച്ച് സാധനം തന്നാ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ എന്തായാലും ഇത് പവർ കൂട്ടി കുറച്ച് ഉപ്പ് മുളക് കൂട്ടി തന്നിക്കണേ. ഇത് ഞാനൊരു 300 ഉണ്ടായിക്കോട്ടെ. 300 ഉണ്ടായിക്കോട്ടെ. പിന്നെ നമ്മൾ അത്രയും പണിയെടുത്തതല്ലേ, കുറച്ച് നേരം പണിപ്പിച്ചിക്കണേ. 300 റുപ്യക്ക് ഞാൻ തരും. ഓക്കെ അല്ലേ? അയ്യോ, റിജക്ട് ചെയ്തടാ. നമുക്ക് ഒരു 250 റുപ്യക്ക്. ചേച്ചി 250 റുപ്യക്കെങ്കിലും പറ്റൂലേ? തള്ള ഏതെങ്കിലും ഒന്നിനെത്താ. 250. ലെറ്റ്സ് ഗോ ഗൈസ്. അയ്യോ, പോർട്ടല് വെച്ച് വിരിച്ച് കണ്ട്, അതായത് നേരത്തെ ഷൂട്ട് കണ്ട് പോയൊരു ചങ്ങായില്ലേ, ഓന അവിടെ തന്നെ കിടക്കണ്ട്. ഇവ ഇപ്പോൾ പോയിട്ടില്ലേ? ഇവതൊക്കെ ഉണക്കട്ടെ മീന്റെ മാതിരി ഓപ്പളും പോയിട്ടില്ല. അതേപോലെ ഇവിടെ മറ്റേ ചങ്ങായി. നൈസ്, ഇൻട്രസ്റ്റിംഗ് ഗെയിം, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഇത് കൊള്ളാലോടെ കളി. ഓക്കെ, നെക്സ്റ്റ് ഓർഡർ ഏതാന്നുള്ളത് നോക്കാം. ഇത് ഓരോന്നും നൈസ് ഓർഡേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഓർഡർ തന്നിട്ടുള്ള ആളെന്താ പറഞ്ഞത് പറഞ്ഞാലേ, ഓൾക്ക് ലൈറ്റ് ഒന്ന് വേണം. അതായത് ഈ രാത്രി എന്തോ ഒന്ന് മോഷ്ടിക്കാൻ പോവുകയാണെ. നമ്മളോടാ പറഞ്ഞിക്കണത്, നമ്മൾ ലൈറ്റ് സെറ്റ് ആയി കൊടുക്കും, അത്രേ ഉള്ളൂ. ഇയാളെ മൂന്ത കാണുമ്പോ തന്നെ ഉണ്ടാക്കാനുള്ള മൂഡ് പോയി. വേണ്ട, നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പോകാം. നമ്മൾ ലാബിൽ പോകാം. ലാബ് തുറക്കൂ സീസൺ. ലാബില് നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, നമുക്ക് ഇതിൽ ലൈറ്റ് ഇപ്പൊ ഏതാണ്? ലൈറ്റ് കിട്ടി. ഇതാണ് ലൈറ്റ്. ഇതിന് എന്തൊക്കെ വേണമെന്ന് വെച്ചാല് ആദ്യം നമ്മൾ തൊപ്പി ഉണ്ടാക്കണം. അതേപോലെ ചതുരക്കട്ട, ഈ സംഭവമൊക്കെ, ഇതൊക്കെ ഏത് സാധനം ഞാൻ ഇപ്പോഴാ കാണുന്നത്. സോ നമുക്ക് ആദ്യം അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കട്ടോ. ഓക്കെ, ഇവിടെ വരിക. നമുക്ക് ആദ്യം ഈ സാധനം ഒരു 2 എണ്ണം ഉണ്ടാക്കി വെക്കുക. അതേപോലെ ഈ സാധനവും നമുക്ക് വേണം. ഇതിന്റെ പേരെന്താണ്? മെറ്റൽ പാർട്സ്. അതും നമ്മൾ എടുത്തിട്ടുണ്ട്. ചതുരക്കട്ട് വേണോടാ, ചതുരക്കട്ട് ഒരു 2 എണ്ണം അതും ഉണ്ടാക്കുക. ഓക്കെ ഗൈസ്, ഉണ്ടാക്കേണ്ട സാധനം ഒക്കെ എന്റെ കജ്ജ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കിയാൽ മാത്രം മതി. ഗ്യാരേജിൽ പോകുക. എവിടെ? നമ്മള് വർക്ക്ഷോപ്പ് എവിടെ? ഇതിലിപ്പോ ഏത് വർക്ക്ഷോപ്പ്? ഇനി ഒന്നും നോക്കണ്ടാ, ഇവിടെ വെക്കുക. ഈ സാധനം എന്തിനാന്നുള്ളത് എനിക്കറിയില്ല. ഹാറ്റ് ആണ് നമുക്ക് ഫസ്റ്റ് ഉണ്ടാക്കേണ്ടത്. ഹാറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ഇത് 2 ഈ പാർട്സും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാല് ബൾബ് നമുക്ക് വേണം. അതേപോലെ സാധനം കെട്ടി വെച്ചാലേ കിട്ടി. ഇതാണ് നമുക്ക് വേണ്ടത്. ലെറ്റ്സ് ഗോ ഗൈസ്. ഈ തൊപ്പിയാണ് നമുക്ക് വേണ്ടത്. ഇവൻ പറഞ്ഞത് രാത്രി എന്തോ മോഷ്ടിക്കാൻ പോവുകയാണ്, കണ്ണ് കാണാനാണ് ഇവൻക്ക് ലൈറ്റ് വേണ്ടത്. അതിനാണ് നമ്മൾ ഇത് ഉണ്ടാക്കി കൊടുത്തിക്കണേ. അറിയാത്തിട്ടോ ഒരു മനുഷ്യൻ പോലും കാണൂല. അയ്യോ, കൊടുത്തോ നമ്മള്? ഇല്ലല്ലേ. ഓക്കെ, ഇത് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കൊരു 250 ചോദിച്ചു നോക്കാം. അറിയാ, 250 ഇവർക്കൊക്കെ എന്താണ് പൈസ തന്നൂടെ? ഓക്കെ, 250 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പോയാളിയോ അതാ. അയ്യോ, ഇതെന്താ? പ്ലീസ് എൻ്റർ, ഹോൾഡ് എൻ്റർ ദ കീ ടു സ്റ്റാർട്ട് ന്യൂ ഡേ. ഓക്കെ, അയ്യോ
എന്തോ പറ്റി അതാ. ഓ എനിക്ക് തോന്നണത് നമുക്ക് രാത്രി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. കേട്ടില്ല നിങ്ങള്? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നടക്കുവോ? ഒരു പണിയൊക്കെ കൊടുക്കുമ്പോ നിങ്ങള് ഇത് ഞാനല്ലേ? കാണാൻ സുന്ദരിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോബ് ഏതാന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോബ്. ഓ ഇതെന്താ ബ്രോ? ഫീഡ് യുവർ ബോഡി ടു ദ പൂപ്പി മോൺസ്റ്റർ. ഓക്കെ, പൂപ്പി മോൺസ്റ്റർ പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ആ മെഷീനത്തെ ജന്തുല്ലേ, ഇത് നമ്മൾ എടുത്തിട്ട് നേരെ ഇതും കൊണ്ട് നമുക്ക് പോകാൻ പറ്റൂ. ഓക്കെ നമ്മളെ ബോഡി പൂപ്പി മോൺസ്റ്ററിന് തിന്നാൻ കൊടുത്തപ്പോ എന്തോ ബഗ് അടിച്ചിട്ട് അത് കൊടുക്കോ പോയി. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏതോ ആ മറ്റേ മൊട്ടച്ചെറുക്കല്ലേ നമ്മളെ ഷൂട്ട് കണ്ടു പോയി ചത്ത ചേർക്കോ. ഓനെ തന്നെ ഒന്ന് കൊണ്ടേ കൊടുത്തു കേട്ടോ. ഓക്കെ കറക്റ്റ് ആയിട്ട് ലാബൊക്കെ കയറി. ഇനി ഇത് നേരെ ഇവനെ കൊണ്ടേ കൊടുത്താല് ലെറ്റ്സ് ഗോ. ഇനി നമ്മൾക്ക് ഇവനെ വർക്ക് ചെയ്യിപ്പിച്ചാൻ പറ്റുമോ? ഓക്കെ ഹാങ്കറി ആയി കഴിഞ്ഞാ ഇവന് ബോഡി തീറ്റ കൊടുക്കണം. ബ്രോ ഇതൊക്കെ സീട്ടോ. കൊള്ളാല് സംഭവം. ശരിക്കും നമ്മൾ ഈ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്ന ഇവന്റെ അപ്പിയാണോ? എനിക്കറിയില്ല. എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ ഇതിന്റെ ഉള്ളിൽ വേണ്ട, ഇതിന്റെ ഉള്ളിൽ വേണ്ട. ഇനി നമ്മൾ പുതിയ ഓർഡർ എടുത്തില്ല. ശരിയാ. ഓക്കെ നമ്മളെ പുതിയ ഓർഡർ എന്താന്നുള്ളത് നോക്കി നോക്കുക. ഹലോ ഏട്ടാ എന്താ പറയൂ? റേഡിയോ ഈസ് ഓൺ. ആരാ ഫസ്റ്റ് വരുന്നതെന്ന് നോക്കി നോക്കട്ടോ നമുക്ക്. ഡോക്ടറെ എനിക്കൊരു സിറ്റുവേഷൻ ഉണ്ട്. എന്ത് സിറ്റുവേഷൻ? വേഗം പറയൂ. There is someone I need to deal with later tonight. Not permanently. Not loudly. ഓ ഗൈസ് ഇവര് പറയുന്നത് എന്താന്ന് വെച്ചാല് ആരും ഒരാളെ രാത്രി ഇവൾക്ക് കാണാനുണ്ട്. പിന്നെ ആ കാണുന്ന ആളെ തട്ടണം എന്നൊക്കെ പറഞ്ഞ ഞാൻ എന്താടാ ഗുണ്ടേ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാന്. എന്തൊക്കെ വേണ്ടത്? ബൊമ്മ ഷോക്ക് ഹിറ്റ്. നമുക്കൊന്ന് നോക്കി നോക്കാം. ഓ ഗൈസ് ഈ സാധനമാണ് ഉണ്ടാക്കേണ്ടത്. ബൊമ്മ ഷോക്ക് ഹിറ്റ്. പക്ഷെ നമുക്ക് അതിന് പ്ലാങ്ക് വേണോ? പ്ലാങ്കിന് നമ്മൾ എന്താ ചെയ്യാ? ഇവിടെ വന്നിട്ടാണോ ചെയ്യേണ്ടത്? സോ നമുക്ക് ആദ്യം നമ്മളെ ലാബിൽ പോകുക എപ്പോഴും ചെയ്യുന്ന പോലെ. ഓക്കെ പ്ലാങ്ക് ഇവിടെ ഉണ്ട്. അത് നമ്മൾ 2 ഉണ്ടാക്കുന്നു. ഓക്കെ നമ്മൾ ആസാരി റപ്പു. അതാണ് നമ്മൾ ഇന്നത്തെ പണി. സയന്റിസ്റ്റ് മാത്രല്ല എല്ലാ പണി നമ്മളെടുത്ത് പോകും. കണ്ടോ ആസാരി റപ്പോ. കോൾ മീ ആസാരി റപ്പോ. നിങ്ങൾക്ക് ഗെയിം ഇഷ്ടപ്പെട്ട എന്തായാലും കമന്റ് ചെയ്യാം. നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോണേ. അത് വേണ്ട. ഓക്കെ ഗാരേജ് പോയിട്ടുണ്ട്. ഇനി ഇത് നേരെ ഇവിടെ കൊടുന്ന് തട്ടണം. ഓക്കെ ഇത് രണ്ടും ഇവിടെ തട്ടിക്കഴിഞ്ഞാല് ഓക്കെ ഇതാണ് നമുക്ക് വേണ്ടിയത് മച്ചാനെ. ഇതിന്റെ ഒപ്പം തന്നെ ഈ വടിയും അതേപോലെ തന്നെ ഒരു ഇരുമ്പ് പാട്ടും ഇട്ട് കഴിഞ്ഞാല് ഒരു കിടില സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ അതും ഞാൻ ബ്രോ നമ്മളൊരു ഗടാഗട ആയുധം ഉണ്ടായി കൊടുത്തത്. ഇതൊക്കെ വെച്ച് തലക്കടിച്ചു കഴിഞ്ഞാ ആലിയം മൂക്കുകൂടെ കാറ്റുവിടും. പട്ടച്ചോനെ ഇത് വെച്ച് നമുക്ക് ആരെങ്കിലും അടിക്കാൻ പറ്റുമോ നോക്കി നോക്കല്ലേ. ഒരു വട്ടം ഓനെ ഇപ്പൊ തരെ. ഓ അതിന്റെ ഉള്ളിക്ക് നമുക്ക് പോണോ? ഓക്കെ നമുക്ക് ആദ്യം ഇവരാരെങ്കിലും അടിക്കാൻ പറ്റുമോ നോക്കി നോക്കട്ടോ. അളിയാ നല്ല രസം. അളിയാ കിട്ടിലോ. അയൽവാസികളൊന്നും ഇനി വേണ്ട. അങ്ങോട്ട് മാറിക്കടാ. കൊള്ളട ഗെയിം. എനിക്ക് നല്ല ഇഷ്ടായി. ഇത് ഡെമോ ഗെയിം ആട്ടോ. ഓളിയാ ഇതാ യു ആർ എ ക്ലോൺ റൈറ്റ്? ഗുഡ് ക്ലോൺ ഡോണ്ട് പ്രിറ്റൻഡ്. ഐ ലൈക്ക് ദാറ്റ്. ഏതൊരു മൊട്ടനെ കണ്ടുട്ടോ. നമ്മൾ അവനോട് ചോദിച്ചു വാട്ട് യു വാണ്ട്. അപ്പൊ അവൻ പറയാണ് എനിക്ക് വേസ്റ്റ് ചെയ്യാൻ ടൈം ഒന്നുമില്ല. ഐ നീഡ് യുവർ ഹെൽപ്പ് ടു ബ്രിങ് സംതിങ് ബാക്ക്. ഓക്കെ അവൻ എന്തോ ഒരു സംഭവം വേണം. അത് നമ്മളോട് കൊണ്ടുവരാൻ പറയണേ. ബ്രിങ് വാട്ട്? എന്തെനിക്ക് വേണ്ടിയത്? ഷി വാസ് പെർഫെക്റ്റ് ആൻഡ് ക്ലീൻ. ഹാൻഡ് മെയ്ഡ്. ഹാൻഡ് മെയ്ഡ് പെണ്ണോ? നോ ഷീ ജസ്റ്റ് സോപ്പ് ഓൺ ദ ഫ്ലോർ. ഓക്കെ എടി ഈ മൊണ്ണ പറയണത് ഇതിനെ ജീവൻ വെപ്പിക്കണമെന്നാ. ഓക്കെ ഹാർട്ടും അതേപോലെ ചിപ്പും വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഓക്കെ ലെറ്റ്സ് ഗോ. ഇതിനാണോ ഞാൻ ഇതും വെച്ച് ഇവൻ തല്ലാൻ പറ്റുമോ പ്ലീസ്? അയ്യോ എടാ കസ്റ്റമറിനെ തല്ലിയടാ. ഞാൻ എന്താ ചെയ്യാ? തിരിച്ചോ. ഓടിക്കോ. എടാ നമ്മളെ ലൈഫ് പോകുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവണില്ല. ഓക്കെ എന്റെ ഡേ വെക്കണോ? എനിക്കറിയില്ല. നമുക്ക് ആദ്യം കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ ഈ ഹൃദയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഓ അതിന് നമുക്ക് ആദ്യം ഹൃദയമൊക്കെ ഉണ്ടാക്കണം. എന്റെ അമ്മയുടെ കുറച്ച് സാധനങ്ങൾ തോനെ ഉണ്ടാക്കണടാ. ഒന്ന് നോക്കിയിട്ട് കാര്യമില്ല. ആദ്യം ഈ ജ്യൂസും പ്രസ് അതേപോലെ ചോന്ന ജ്യൂസും പ്രസ് ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഹൃദയം ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ മെറ്റൽ പാർട്സും സ്പ്രിങ്ങും വെച്ചുകൊണ്ട് ഹൃദയത്തിനുള്ള എന്താ അതിന്റെ പേര് ക്ലോക്ക് വെക്കാൻ പറ്റും. ലെറ്റ്സ് ഗോ. അയ്യോ എടാ ചാകാനടാ. എൻ്റർ ചാഗ്. ഓക്കെ എടാ നമ്മൾ ഓരോ ദിവസം ചാകാണ്. ഓക്കെ ഗൈസ് അപ്പൊ ഇന്നത്തെ ഗെയിം ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടുറാ. നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യും. നമുക്ക് ഇതിന്റെ പാർട്ട് 2 ചിലപ്പോ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നീയും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോ ബൈ.